2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി. കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലെ യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അമീനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അമീനാദാബിന്റെ പുത്രന്മാരായ ഉസ്സയും അഹ്യോഹു ആ പുതിയ വണ്ടി തെളിച്ചു. കുന്നിന്മേലുള്ള അമീനാദാബിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുവരുമ്പോൾ അഹ്യോ പെട്ടകത്തിന് മുമ്പായി നടന്നു. ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ വാദിത്രങ്ങളോടും കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം എന്നിവയോടും കൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അവർ നാഗോന്റെ കളത്തിങ്കലെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവൻ്റെ അവിവേക നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ അടുക്കൽ വെച്ച് മരിച്ചു. യഹോവ ഉസ്സയെ ഛേദിച്ച ഛേദ നിമിത്തം ദാവീദിന് വ്യസനമായി. അവൻ ആ സ്ഥലത്തിന് പേരസൂസ എന്ന് പേർ വിളിച്ചു. അത് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടുപോയി. യഹോവയുടെ പെട്ടകം എൻ്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ തൻ്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിദ്യനായ ഓബേദ്-ഏദോമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. യഹോവയുടെ പെട്ടകം ഗിദ്യനായ ഓബേദ്-ഏദോമിൻ്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ്-ഏദോമിനെയും അവൻ്റെ കുടുംബത്തെയൊക്കെ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ്-ഏദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെ അനുഗ്രഹിച്ചെന്ന് ദാവീദ് രാജാവ് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിൻ്റെ പെട്ടകം ഓബേദ്-ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചൂട് നടന്ന ശേഷം അവനൊരു കാളയും തടിപ്പിച്ച കിടാവിനെ യാഗം കഴിച്ചു. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചും കൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീഖൾ കിളിവാതിലിൽ കൂടി നോക്കി. ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ട് തൻ്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. അവർ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിന് നടുവിൽ അതിൻ്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ദാവീദ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു തീർന്ന ശേഷം അവൻ ജനത്തെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. പിന്നെ അവൻ ഇസ്രായേലിൻ്റെ സർവ്വസംഘവുമായ സകല ജനത്തിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആളൊന്നിനൊരപ്പവും 1 കഷ്ണം മാംസവും 1 മുന്തിരി അടയും വീതം പങ്കിട്ടു കൊടുത്തു. ജനമൊക്കെയും താൻ്റെ വീട്ടിലേക്ക് പോയി. അനന്തരം ദാവീദ് തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങി വന്നപ്പോൾ ശൗലിൻ്റെ മകളായ മീഖൾ ദാവീദിനെ എതിരേറ്റ് ചെന്നു. നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതമാക്കുന്നത് പോലെ ഇന്ന് തൻ്റെ ദാസന്മാരുടെ ദാസികൾ കാണുക തന്നെത്താൻ അനാവൃതനാക്കിയ ഇസ്രായേൽ രാജാവ് ഇന്ന് എത്ര മഹത്വമുള്ളവനെന്ന് പറഞ്ഞു. ദാവീദ് മീഖളിനോട്, യഹോവയുടെ ജനമായ ഇസ്രായേലിനെ പ്രഭുവായി നിയമിപ്പാൻ തക്കോണം നിന്റെ അപ്പനിലും അവൻ്റെ സകല ഗൃഹത്തിലും ഉപരിയായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ, അതേ യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും ഇതിലധികവും ഹീനനും എൻ്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. നീ പറഞ്ഞ ദാസികളാലോ എനിക്ക് മഹത്വം ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ ശൗലിൻ്റെ മകളായ മീഖളിന് ജീവപര്യന്തം ഒരു കുട്ടിയും ഉണ്ടായില്ല.